ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 23-ാം ദിവസത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസ് 2024 എക്സാം ആദ്യത്തെ സ്റ്റേജ് ഈ ഡിസംബർ മാസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനിയും എക്സാമിന് അധിക ദിവസങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. ഇനി നമുക്ക് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു തുടങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2022 അവസാനം മുതലുള്ള 2023 വർഷത്തെ മുഴുവൻ കറണ്ട് അഫയേഴ്സും ഏറ്റവും പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാം PDF നോട്ടുകളായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ് കുറച്ച് ലെങ്തി ആയിരിക്കും, എങ്കിലും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് എടുത്തതിന് ശേഷം ഇതിൻ്റെ PDF ടെലഗ്രാം ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ് ആണ്, ഒഴിവാക്കരുത്. പരീക്ഷയ്ക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും. കറണ്ട് അഫയേഴ്സ് ആണ്, മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. 2022, 2023 വർഷങ്ങളിലെ തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2022 ഫിഫ തിരഞ്ഞെടുത്ത മികച്ച താരങ്ങൾ. പുരുഷ താരം ലയണൽ മെസ്സി, മികച്ച വനിതാ താരം അലക്സിയ പുട്ടയാസ്. ഓക്കെ, പുരുഷ താരം ലയണൽ മെസ്സി, മികച്ച വനിതാ താരം അലക്സിയ പുട്ടയാസ്. അടുത്ത ചോദ്യം: അടുത്തിടെ പേരുമാറ്റിയ മഹാരാഷ്ട്രയിലെ നഗരങ്ങൾ. ഔറംഗാബാദ്, ഉസ്മാനാബാദ് എന്നാണ്. ഔറംഗാബാദിന്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ. ഉസ്മാനാബാദിന്റെ പുതിയ പേര് ധാരാശിവ്. അടുത്തിടെ പേരുമാറ്റിയ മഹാരാഷ്ട്രയിലെ 2 നഗരങ്ങളാണ് ഔറംഗാബാദും അതുപോലെ തന്നെ ഉസ്മാനാബാദും. ഔറംഗാബാദിന്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ. ഉസ്മാനാബാദിന്റെ പുതിയ പേര് ധാരാശിവ് എന്നാണ്. അടുത്തത് നോക്കാം. നീതി ആയോഗിന്റെ CEO ആയി നിയമിതനായ വ്യക്തി. നീതി ആയോഗിന്റെ CEO ആയി നിയമിതനായ വ്യക്തി ആരാണ്? PVR സുബ്രഹ്മണ്യം. PVR സുബ്രഹ്മണ്യം. അടുത്ത ചോദ്യം: ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന രോഗികളായവരെയും കിടപ്പിലായവരുടെയും സഹായികൾക്കായുള്ള പദ്ധതി. ഉത്തരം: ആശ്വാസകിരണം. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന രോഗികളായവരെയും കിടപ്പിലായവരുടെയും സഹായികൾക്കുള്ള പദ്ധതി ആശ്വാസകിരണം. അടുത്ത ചോദ്യം: ജപ്പാന്റെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന നിവാനോ പീസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സമാധാന സമ്മാനം ലഭിച്ച ഏകതാ പരിഷത്ത് സ്ഥാപകനും പ്രമുഖ ഗാന്ധിയനുമായ മലയാളി. ജപ്പാന്റെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന നിവാനോ പീസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സമാധാന സമ്മാനം ലഭിച്ച ഏകതാ പരീക്ഷിത് സ്ഥാപകനും പ്രമുഖ ഗാന്ധിയനുമായ മലയാളി. ഉത്തരം: PV രാജഗോപാൽ. ഉത്തരം: PV രാജഗോപാൽ. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. അടുത്ത ചോദ്യം: 2021-2022 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് ആരാണ്? കൊല്ലമാണ്. അടുത്ത ചോദ്യം: തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയതാര്? ഉത്തരം: കള്ളിക്കാട്. ശ്രദ്ധിക്കുക, തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം: കള്ളിക്കാട്. ലോകകപ്പ് ഹോക്കിയിൽ കിരീടം നേടിയ രാജ്യം. ഉത്തരം: ജർമ്മനി. അടുത്ത ചോദ്യം: മുഗൾ ഗാർഡൻ പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങളുടെ പുനർനാമകരണം. ഉത്തരം: അമൃത് ഉദ്യാൻ. മുഗൾ ഗാർഡൻ പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങളുടെ പുനർനാമകരണം. ഉത്തരം: അമൃത് ഉദ്യാൻ. ഗ്രന്ഥശാലകളിൽ കമ്പ്യൂട്ടർവൽക്കരണത്തിന് മുൻതൂക്കം നൽകുന്ന പുതിയ നയരേഖാ പദ്ധതി. ഗ്രന്ഥശാലകളിൽ കമ്പ്യൂട്ടർവൽക്കരണത്തിന് മുൻതൂക്കം നൽകുന്ന പുതിയ നയരേഖാ പദ്ധതി. ഉത്തരം: മുന്നേറ്റം 25. മുന്നേറ്റം 25. അടുത്ത ചോദ്യം: 2023 ഫെബ്രുവരിയിൽ
വൺ ഫാമിലി വൺ ഐഡന്റിറ്റി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം ഉത്തർപ്രദേശ്. 2023 ഫെബ്രുവരിയിൽ വൺ ഫാമിലി വൺ ഐഡന്റിറ്റി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിക്കടത്ത് തടയാൻ പുതുതായി ആരംഭിക്കുന്ന എക്സൈസ് സ്ക്വാഡ്? ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിക്കടത്ത് തടയാൻ പുതുതായി ആരംഭിക്കുന്ന എക്സൈസ് സ്ക്വാഡ്? ഉത്തരം കെമു. ഉത്തരം കെമു. അടുത്ത ചോദ്യം, രാജ്യാന്തര ചലച്ചിത്രമേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ടി പത്മനാഭന്റെ ഏത് വിഖ്യാത കൃതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? രാജ്യാന്തര ചലച്ചിത്രമേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ടി പത്മനാഭന്റെ ഏത് വിഖ്യാത കൃതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? ഉത്തരം പ്രകാശം പരത്തുന്ന പെൺകുട്ടി. ഉത്തരം പ്രകാശം പരത്തുന്ന പെൺകുട്ടി. അടുത്ത ചോദ്യം, 2023 കേന്ദ്ര ബജറ്റിൽ കായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതി? ഉത്തരം ഖേലോ ഇന്ത്യ. 2023 കേന്ദ്ര ബജറ്റിൽ കായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതി ഖേലോ ഇന്ത്യ. അടുത്ത ചോദ്യം, 2023 ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ഡി ഓർ നേടിയ മലയാളി? ഉത്തരം VR ലളിതാംബിക. ഉത്തരം VR ലളിതാംബിക. ലോകകപ്പ് ഹോക്കിയിൽ കിരീടം നേടിയ രാജ്യം? ഉത്തരം ജർമ്മനി. അടുത്ത ചോദ്യം, ഗബ്രിയേൽ ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടമുണ്ടാക്കിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം? ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. ഗബ്രിയേൽ ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടമുണ്ടാക്കിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം? ഉത്തരം ന്യൂസിലാൻഡ്. ഉത്തരം ന്യൂസിലാൻഡ്. അടുത്ത ചോദ്യം, പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിന്റെ അഭിനേതാവ് ആകുന്ന ആദ്യ ചലച്ചിത്രം? പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ അഭിനേതാവാകുന്ന ആദ്യ ചലച്ചിത്രം? ഉത്തരം ക്രിസ്റ്റി. ഉത്തരം ക്രിസ്റ്റി എന്നാണ് ചലച്ചിത്രത്തിന്റെ പേര്. സംവിധാനം ചെയ്യുന്നത് ആൽവിൻ ഹെൻറിയാണ്. ചിത്രം സംവിധാനം ചെയ്യുന്നത് ആരാണ്? ആൽവിൻ ഹെൻറി. അടുത്ത ചോദ്യം, ഏതു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പൂർണ്ണമായ പ്രതിമയാണ് തവനൂർ കാർഷിക സർവകലാശാല അങ്കണത്തിൽ അനാച്ഛാദനം ചെയ്തത്? ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പൂർണ്ണമായ പ്രതിമയാണ് തവനൂർ കാർഷിക സർവകലാശാല അങ്കണത്തിൽ അനാച്ഛാദനം ചെയ്തത്? ഉത്തരം കെ കേളപ്പൻ. ഉത്തരം കെ കേളപ്പൻ. അടുത്ത ചോദ്യം, ശമ്പളത്തോടുള്ള ആർത്തവ അവധി അനുവദിക്കുന്ന നിയമം അംഗീകരിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം? ഉത്തരം സ്പെയിൻ. ഉത്തരം സ്പെയിൻ. അടുത്ത ചോദ്യം, നാളെയുടെ പദാർത്ഥം എന്നറിയപ്പെടുന്ന ഗ്രാഫീൻ ഉൽപാദനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചത്? നാളെയുടെ പദാർത്ഥം എന്ന് അറിയപ്പെടുന്ന ഗ്രാഫീൻ ഉൽപാദനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് എവിടെയാണ്? ഉത്തരം കാർബോറാണ്ടം യൂണിവേഴ്സൽ കൊച്ചി. കാർബോറാണ്ടം യൂണിവേഴ്സൽ കൊച്ചി. അടുത്തത്, മികച്ച ചിത്രത്തിനുള്ള ഹോളിവുഡ് അസോസിയേഷൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചലച്ചിത്രം? മികച്ച ചിത്രത്തിനുള്ള ഹോളിവുഡ് അസോസിയേഷൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം? ഉത്തരം RRR. രാജമൗലി സംവിധാനം ചെയ്ത ഈ ചിത്രം മികച്ച ഗാനം, സംഘടനം എന്നീ വിഭാഗങ്ങളിൽ പുരസ്കാരം നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, 2023 സംസ്ഥാനത്തിൽ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്നതിനുള്ള നേത്ര ആരോഗ്യ പദ്ധതി? ഉത്തരം നേർക്കാഴ്ച. 2023 സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്നതിനുള്ള നേത്ര ആരോഗ്യ പദ്ധതി? ഉത്തരം നേർക്കാഴ്ച. അടുത്തത്, കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്നതിനായി കേരള മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ? ഉത്തരം സേഫ് സ്കൂൾ ബസ്. കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്നതിനായി കേരള മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ ഏതാണ്? സേഫ് സ്കൂൾ ബസ്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി ചേർന്ന് ആരംഭിക്കുന്ന ആഗോള സംരംഭം? ഉത്തരം MIIRA. അടുത്ത ചോദ്യം,
ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി കലോത്സവം. ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി കലോത്സവം ഏതാണ്? സമ്മോഹൻ. ഉത്തരം സമ്മോഹൻ. 2023 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉപഗ്രഹം. ഉത്തരം ആസാദി സാറ്റ് 2. ആസാദി സാറ്റ് 2 2023 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉപഗ്രഹം ഏതാണ്? ആസാദി സാറ്റ് 2. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്ന സംസ്ഥാനം. ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഗുരുവായൂരപ്പൻ ദേവസ്വത്തിന്റെ 2023 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയതാരാണ്? ഉത്തരം വി മധുസൂദനൻ നായർ. ഗുരുവായൂരപ്പൻ ദേവസ്വത്തിന്റെ 2023 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് വി മധുസൂദനൻ നായർ. അടുത്തത് 2023 ഏപ്രിൽ ഇന്ത്യ ചൈനയെ മറികടന്ന് ലോക ജനസംഖ്യയിൽ ഒന്നാമതെത്തുമെന്ന് വിലയിരുത്തിയ അന്താരാഷ്ട്ര സംഘടന. ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന. 2023 ഏപ്രിൽ ഇന്ത്യ ചൈനയെ മറികടന്ന് ലോക ജനസംഖ്യയിൽ ഒന്നാമതെത്തുമെന്ന് വിലയിരുത്തിയ അന്താരാഷ്ട്ര സംഘടന. ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന. അടുത്ത ചോദ്യം, 2023 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം. ഉത്തരം ഫിലിപ്പൈൻസ്. ഉത്തരം ഫിലിപ്പൈൻസ്. ഇന്ത്യയുടെ സ്ഥാനം 136. നാഷണൽ ജോഗ്രഫി മാസികയുടെ പിക്ചർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഫോട്ടോ. നാഷണൽ ജോഗ്രഫി മാസികയുടെ പിക്ചർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഫോട്ടോ ഏതാണ്? പരുന്തുകളുടെ നൃത്തം. ഫോട്ടോഗ്രാഫറിന്റെ പേര് കാർത്തിക് സുബ്രഹ്മണ്യം. അടുത്തത്, മണ്ണുത്തി വെറ്റിനറി കോളേജിൽ സംഘടിപ്പിക്കപ്പെടുന്ന സംസ്ഥാന ക്ഷീരസംഗമത്തിന് നൽകുന്ന പേര്. ഉത്തരം പടവ്. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ സംഘടിപ്പിക്കപ്പെടുന്ന സംസ്ഥാന ക്ഷീരസംഗമനത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? പടവ്. ഉത്തരം പടവ്. അടുത്ത ചോദ്യം, 2023 സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ സെമി ഫൈനൽ രാജ്യങ്ങൾക്ക് വേദിയായ രാജ്യം. ഉത്തരം സൗദി അറേബ്യ. 2023 സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയായ രാജ്യം സൗദി അറേബ്യ. അടുത്തത്, ഖരമാലിന്യത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാനുള്ള ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്ന നഗരം. ഉത്തരം പൂനെ. ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. ഖരമാലിന്യത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാനുള്ള ഇന്ത്യയിൽ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്ന നഗരം ഏതാണ്? പൂനെ. 2047 ഏത് രോഗം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള പദ്ധതികളാണ് കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്? ഉത്തരം അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയ എന്നറിയപ്പെടുന്നു. 2047 ഏത് രോഗം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള പദ്ധതികളാണ് കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്? അരിവാൾ രോഗം. അടുത്തത്, നെതർലാൻഡിലെ ലൊക്കേഷൻ ആൻഡ് മാപ്പിംഗ് ടെക്നോളജി കമ്പനിയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ. ഉത്തരം ബാംഗ്ലൂർ. ഗോൾഡൻ ഗ്ലോബ് പായ് വഞ്ചിയോട്ട മത്സരത്തിന്റെ ഭാഗമായി നാവികരുടെ എവറസ്റ്റ് എന്നറിയപ്പെടുന്ന ചിലിയിലെ കേപ്പ് ഹോൺ മുനമ്പ് വലം വെച്ച മലയാളി. ഉത്തരം അഭിലാഷ് ടോമി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗോൾഡൻ ഗ്ലോബ് പായ് വഞ്ചിയോട്ട മത്സരത്തിന്റെ ഭാഗമായി നാവികരുടെ എവറസ്റ്റ് എന്നറിയപ്പെടുന്ന ചിലിയിലെ കേപ്പ് ഹോൺ മുനമ്പ് വലം വെച്ച മലയാളി. ഉത്തരം അഭിലാഷ് ടോമി. രാജ്യത്തെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ടൂറിസം മന്ത്രാലയം ആരംഭിച്ച സംരംഭം വിസിറ്റ് ഇന്ത്യ ഇയർ 2023. ഏത് നവോത്ഥാന നായകന്റെ 20ാം ജന്മവാർഷികമാണ് അടുത്തിടെ ആഘോഷിച്ചത്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ആണവോർജം വികസിപ്പിക്കുന്നതിന് റഷ്യയുമായി സഹകരിച്ച് പ്രവർത്തിച്ച ഇന്ത്യയുടെ രാജ്യം മ്യാൻമാർ. ആണവോർജം വികസിപ്പിക്കുന്നതിന് റഷ്യയുമായി സഹകരിച്ച് പ്രവർത്തിച്ച ഇന്ത്യയുടെ രാജ്യം മ്യാൻമാർ. 65 വർഷത്തെ ഗ്രാമി പുരസ്കാര ചരിത്രത്തിൽ 35 പുരസ്കാരങ്ങൾ നേടുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി ബിയോൺസെ. 65 വർഷത്തെ ഗ്രാമി പുരസ്കാര ചരിത്രത്തിൽ 35 പുരസ്കാരങ്ങൾ നേടുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി. ഉത്തരം ബിയോൺസെ. അടുത്തത്, വിജയനഗരം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. വിക്ടറി സിറ്റി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? സൽമാൻ റുഷ്ദി. 2023 ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന
ദേശീയ പുരസ്കാരം ലഭിച്ച കേരള പദ്ധതി? ഉത്തരം ഗ്രാമവണ്ടി. ഉത്തരം ഗ്രാമവണ്ടി. 2023 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആകുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. 2023 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആകുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. മൈക്കിൾ ജാക്സന്റെ ജീവചരിത്രം പ്രമേയമാക്കി ഒരുങ്ങുന്ന ചിത്രം? ഉത്തരം മൈക്കിൾ. മൈക്കിൾ ജാക്സന്റെ ജീവചരിത്രം പ്രമേയമാക്കി ഒരുങ്ങുന്ന ചിത്രം ഏതാണ്? മൈക്കിൾ. അടുത്ത ചോദ്യം, ലോകത്താദ്യമായി ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം? സ്കോട്ട്ലൻഡ്. ലോകത്താദ്യമായി ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലൻഡ്. 2023 ഫെബ്രുവരിയിൽ തൊഴിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള തട്ടിപ്പുകൾ തടയുന്നതിനായി ഓർഡിനൻസ് പുറപ്പെടുവിച്ച സംസ്ഥാനം? ഉത്തരം ഉത്തരാഖണ്ഡ്. 2023 ഫെബ്രുവരിയിൽ തൊഴിൽ വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പുകൾ തടയുന്നതിനായി ഓർഡിനൻസ് പുറപ്പെടുവിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അടുത്ത ചോദ്യം, കിടപ്പ് രോഗികൾക്ക് സൗജന്യ റേഷൻ വീട്ടിലെത്തിക്കാൻ ഭക്ഷ്യവകുപ്പ് തയ്യാറാക്കിയ പദ്ധതി? കിടപ്പ് രോഗികൾക്ക് സൗജന്യ റേഷൻ വീട്ടിലെത്തിക്കാൻ ഭക്ഷ്യവകുപ്പ് തയ്യാറാക്കിയ പദ്ധതി? ഉത്തരം ഒപ്പം. തൃശ്ശൂരാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2023 ഫെബ്രുവരിയിലെ റിപ്പോർട്ടുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം. അഭ്യസ്ത വിദ്യരായ സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് എക്കണോമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി തൊഴിലരങ്ങത്തേക്ക്. അഭ്യസ്ത വിദ്യരായ സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് എക്കണോമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? തൊഴിലരങ്ങത്തേക്ക്. അടുത്ത ചോദ്യം, കുടുംബശ്രീ മിഷന്റെ 25ാം വാർഷികങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അയൽക്കൂട്ട സംഗമം? ഉത്തരം ചുവട്. ഉത്തരം ചുവട്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ട്രാൻസ് മാതാപിതാക്കൾ സിയ ആൻഡ് സഹദ്. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് പെഗ്ഗി മോഹനൻ. ഉത്തരം പെഗ്ഗി മോഹൻ. അടുത്ത ചോദ്യം, 36ാമത് സൂരജ് കുണ്ട് അന്താരാഷ്ട്ര കരകൗശല മേള നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? 36ാമത് സൂരജ് കുണ്ട് അന്താരാഷ്ട്ര കരകൗശല മേള നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഹരിയാന. ഉത്തരം ഹരിയാന. അടുത്ത ചോദ്യം, കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം? മെയ് 17. കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം മെയ് 17. സാമൂഹിക നീതി വകുപ്പിന്റെ സഹകരണത്തോടെ നടക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഭിന്നശേഷി കലോത്സവത്തിന്റെ പേര്? സമ്മോഹൻ. വേദി തിരുവനന്തപുരം. അടുത്ത ചോദ്യം, കേരള കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ആഗോള ബ്രാൻഡ്? ഉത്തരം കേരൾ അഗ്രോ ബ്രാൻഡ്. കേരള കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ആഗോള ബ്രാൻഡ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കേരൾ അഗ്രോ ബ്രാൻഡ്. അടുത്ത ചോദ്യം, പുസ്തക രൂപത്തിലുള്ള 2023 കേരള ബജറ്റ് പ്രസംഗത്തിന്റെ മുഖചിത്രമായ ശില്പം? ഉത്തരം ബേർഡ് ഇൻ സ്പേസ്. ശില്പി ആരാണ്? കുഷു റുയ്മാൻ എന്ന വ്യക്തിയാണ്. അടുത്ത ചോദ്യം, കുട്ടികളുടെ ക്ഷേമത്തിനായി ഡൽഹി ശിശു സംരക്ഷണ സമിതി പുറത്തിറക്കിയ വാട്സപ്പ് ചാറ്റ് ബോട്ട്? ഉത്തരം ബാലമിത്ര. കുട്ടികളുടെ ക്ഷേമത്തിനായി ഡൽഹി ശിശു സംരക്ഷണ സമിതി പുറത്തിറക്കിയ വാട്സപ്പ് ചാറ്റ് ബോട്ട് ബാലമിത്ര. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ മികച്ച രചനകൾ പുസ്തക രൂപത്തിലാക്കി സമഗ്ര ശിക്ഷ കേരളം പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണം? ഉത്തരം എഴുത്തുപച്ച. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ മികച്ച രചനകൾ പുസ്തക രൂപത്തിലാക്കി സമഗ്ര ശിക്ഷ കേരളം പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണം? ഉത്തരം എഴുത്തുപച്ച. അടുത്ത ചോദ്യം, പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ലോകത്തിലെ ആദ്യ സർവകലാശാല? പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ലോകത്തിലെ ആദ്യ സർവകലാശാല? ഉത്തരം വിശ്വഭാരതി സർവകലാശാല. കൊൽക്കത്തയിലെ വിശ്വഭാരതി സർവകലാശാല. അടുത്ത ചോദ്യം,
ഏറ്റവും കൂടുതൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വനിത എന്ന റെക്കോർഡിന് അർഹയായത്? ഉത്തരം നിർമ്മല സീതാരാമൻ. 2023 കേരളത്തിൽ നടപ്പിലാക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി? കേരളം സുരക്ഷിതം ഭക്ഷണയിടം. അടുത്ത ചോദ്യം, വിളർച്ച മുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി? ഉത്തരം വിവ. വിളർച്ച മുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി വിവ, വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. അടുത്തത്, ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം? വിശാഖപട്ടണം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ? വന്ദേ മെട്രോ. വന്ദേ മെട്രോ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ വന്ദേ മെട്രോ. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ അംഗനവാടി ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി? അങ്കണം. സംസ്ഥാനത്തെ അംഗനവാടി ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി അങ്കണം. 2023 ചരിത്ര സ്മാരകമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച തമിഴ്നാട്ടിലെ പാലം? പാമ്പൻ പാലം. 2023 ചരിത്ര സ്മാരകമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച തമിഴ്നാട്ടിലെ പാലം പാമ്പൻ പാലം. സിറിയ, തുർക്കി എന്നീ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിതരെ സംരക്ഷിക്കുവാനുള്ള ഇന്ത്യയുടെ പദ്ധതി? ഉത്തരം ഓപ്പറേഷൻ ദോസ്ത്. സിറിയ, തുർക്കി എന്നീ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിതരെ സംരക്ഷിക്കുവാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഓപ്പറേഷൻ ദോസ്ത്. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരിയിൽ ഭൂകമ്പം ഉണ്ടായത് ഏതു രാജ്യത്തെ അതിർത്തി പ്രദേശത്താണ്? തുർക്കി, സിറിയ. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായി കേരള പോലീസിന്റെ പദ്ധതി? സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുമായി കേരള പോലീസിന്റെ പദ്ധതി പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി. പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയ സെർബിയൻ പുരുഷതാരം? ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയ സെർബിയൻ പുരുഷതാരം നോവാക് ജോക്കോവിച്ച്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് സിംഗിൾസ് കിരീടം നേടിയ ബെലാറസിന്റെ വനിതാ താരം? അരീന സബലെങ്ക. അരീന സബലെങ്ക. അടുത്ത ചോദ്യം, 2023 പുസ്തക രൂപത്തിലുള്ള കേരള ബജറ്റിന്റെ മുഖചിത്രം? ബേർഡ് ഇൻ സ്പേസ്. അടുത്ത ചോദ്യം, കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി? മിഷ്ടി. കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി മിഷ്ടി. ഒരു കുട്ടി ജനിക്കുമ്പോഴും 100 മരങ്ങൾ വീതം നടുന്ന മേരോ റൂഖ് മേരോ സന്തതി എന്ന പദ്ധതിക്ക് ഏത് സംസ്ഥാനത്താണ് തുടക്കം കുറിച്ചത്? ഉത്തരം സിക്കിം. ലോക ഇന്റർനെറ്റ് സുരക്ഷാ ദിനം ഫെബ്രുവരി 8. ലോക ഇന്റർനെറ്റ് സുരക്ഷാ ദിനം ഫെബ്രുവരി 8. അടുത്ത ചോദ്യം, 2023 ലോക ഇന്റർനെറ്റ് സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം? ടുഗദർ ഫോർ എ ബെറ്റർ ഇന്റർനെറ്റ്. ടുഗദർ ഫോർ എ ബെറ്റർ ഇന്റർനെറ്റ്. ലോക പയറുവർഗ ദിനം ഫെബ്രുവരി 10. ലോക പയറുവർഗ ദിനം ഫെബ്രുവരി 10. 2023 ലോക പയറുവർഗ ദിനത്തിന്റെ പ്രമേയം? പൾസസ് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. പൾസസ് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. 2023 ഫെബ്രുവരി 10 ഗൂഗിൾ ഡൂഡിൽ ആദരിക്കപ്പെട്ട മലയാള സിനിമയിലെ ആദ്യ നായിക? PK റോസി. അടുത്തത്, ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. അടുത്തത്, 2023 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം? 2023 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം? ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. പരിചരണ രംഗത്തെ വിടവ് നികത്തുക എന്നാണ് അർത്ഥം. 2023 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. അടുത്ത ചോദ്യം, അണ്ടർ-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ? ഇന്ത്യ. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. 2023 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം? 2023 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം? ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ്സ് പാർക്ക് ടേണിംഗ് റീസ്റ്റോറേഷൻ. ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ്സ് പാർക്ക് ടേണിംഗ് റീസ്റ്റോറേഷൻ. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി? ചെന്നൈ നഗരത്തിലൂടെ ഒഴുകുന്ന കൂവം നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി കൂവം നദിയാണ്. ചെന്നൈ നഗരത്തിലൂടെ ഒഴുകുന്ന നദിയാണിത്.
അടുത്ത ചോദ്യം, രണ്ടാം സ്ഥാനം ഗുജറാത്തിലെ സബർമതി നദിക്കാണ്. രണ്ടാം സ്ഥാനം ഗുജറാത്തിലെ സബർമതി നദിക്കാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച സംവിധായകൻ. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച സംവിധായകൻ TV ചന്ദ്രൻ. ഉത്തരം TV ചന്ദ്രൻ. 2022 JC ഡാനിയൽ പുരസ്കാരമാണ് TV ചന്ദ്രന് ലഭിച്ചത്. അടുത്ത ചോദ്യം, 2023 ലോക വനിതാ ചെസ് ജേതാവ്. 2023 ലോക വനിതാ ചെസ് ജേതാവ്. ഉത്തരം ജു വെൻജൂൻ. ജു വെൻജൂൻ. വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിൻ്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം ബാംഗ്ലൂര്. വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിൻ്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം ബാംഗ്ലൂര്. അടുത്ത ചോദ്യം, 2023 ഓഗസ്റ്റ് 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. 2023 ഓഗസ്റ്റിൽ നടന്ന 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം തോണി തുഴയുന്ന ആനക്കുട്ടി. തയ്യാറാക്കിയത് P ദേവപ്രകാശാണ്. നെഹ്റു ട്രോഫി വള്ളംകളി എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് നടക്കുന്നത്. 2023 ഓഗസ്റ്റിൽ 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നടന്നിരുന്നു. ആ വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമെന്നാണ് തോഴി തുഴയുന്ന ആനക്കുട്ടിയാണ്. അടുത്ത ചോദ്യം, സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകൾ നിരോധിക്കണമെന്ന് നിർദ്ദേശിച്ച UN ഏജൻസി യുനെസ്കോ. സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകൾ നിരോധിക്കണമെന്ന് നിർദ്ദേശിച്ച UN ഏജൻസി യുനെസ്കോ. റെയിൽവേ സംരക്ഷണ സേനയുടെ മേധാവിയായി നിയമിതനായ വ്യക്തി മനോജ് യാദവ്. റെയിൽവേ സംരക്ഷണ സേനയുടെ മേധാവിയായി നിയമിതനായ വ്യക്തി മനോജ് യാദവ്. 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി. 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി. ഉത്തരം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അടുത്ത ചോദ്യം, 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്ക. അടുത്ത ചോദ്യം, 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022 പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് നൻപകൽ നേരത്ത് മയക്കം. സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരി. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? വിൻസി അലോഷ്യസിനെയാണ് തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ മികച്ച സംവിധായകൻ മഹേഷ് നാരായണനാണ്. ഉത്തരം മഹേഷ് നാരായണൻ. അറിയിപ്പ് എന്ന ചിത്രമാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്തത്. അടുത്തത്, കേരള ഹൈക്കോടതിയുടെ 38ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി. AJ ദേശായി. കേരള ഹൈക്കോടതിയുടെ 38ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി AJ ദേശായി. 2023 ജൂലൈ 18 അന്തരിച്ച കേരള മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വ്യക്തി. 2023 ജൂലൈ 18 അന്തരിച്ച കേരള മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വ്യക്തി ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയുടെ പേരാണ് ടച്ചിങ് ദ സോൾ. ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയുടെ പേര് ടച്ചിങ് ദ സോൾ. PT ചാക്കോ എഴുതിയ ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രം തുറന്നിട്ട വാതിൽ. PT ചാക്കോ എഴുതിയ ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രം തുറന്നിട്ട വാതിൽ. അടുത്ത ചോദ്യം, ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി തയ്യാറാക്കിയത് സണ്ണിക്കുട്ടി എബ്രഹാമാണ്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി എന്നതാണ് തയ്യാറാക്കിയത് സണ്ണിക്കുട്ടി എബ്രഹാം. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരം. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഇന്ത്യൻ താരം M ശ്രീധരൻ. ഉത്തരം M ശ്രീധരൻ. ഏഷ്യൻ അത്ലറ്റിക്സ് മീറ്റ് ചാമ്പ്യൻഷിപ്പ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് M ശ്രീശങ്കർ. ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻഷിപ്പ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് M ശ്രീശങ്കർ. അടുത്ത ചോദ്യം, ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ എനി അവാർഡ് 2023 അർഹനായ മലയാളി. ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും
കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ എനി അവാർഡ് 2023 അർഹനായ മലയാളി ഡോക്ടർ പ്രദീപ് തലപ്പാവിൽ. അടുത്ത ചോദ്യം, വിംബിൾട്ടൺ 2023 പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. വിംബിൾട്ടൺ 2023 പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? കാർലോസ് അൽക്കാരസ്. കാർലോസ് അൽക്കാരസ്. അടുത്തത് 2023 വിംബിൾട്ടൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാർക്കറ്റെ വെൻഡ്രോസോവ. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം. സൂററ്റ്. ഗുജറാത്തിലെ സൂററ്റിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ സോളാർ പാർക്കുകൾ നിലവിൽ വരുന്ന ജില്ല. ആലപ്പുഴ, കാസർഗോഡ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് നേതൃത്വത്തിൽ സോളാർ പാർക്കുകൾ നിലവിൽ വരുന്ന ജില്ലകൾ ആലപ്പുഴ, കാസർഗോഡ്. അടുത്ത ചോദ്യം, ഇന്ത്യയും UAEയും തമ്മിലുള്ള വാണിജ്യ ഇടപാടുകൾക്കും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും പരസ്പരം ഉപയോഗിക്കാൻ ധാരണയായ നാണയം ഏതാണ്? ഇന്ത്യയും UAEയും തമ്മിലുള്ള വാണിജ്യ ഇടപാടുകൾക്കും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും പരസ്പരം ഉപയോഗിക്കാൻ ധാരണയായ നാണയം രൂപയും UAE ദിനാറും. ഓക്കെ. അടുത്ത ചോദ്യം, 2023 നടക്കുന്ന 9ാമത് വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. ഭാഗ്യചിഹ്നം ടസുനി എന്ന പെൻഗിനാണ്. അടുത്ത ചോദ്യം, ദേശീയ ആരോഗ്യ മിഷന്റെ പുതിയ പേര്. പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ. ദേശീയ ആരോഗ്യ മിഷന്റെ പുതിയ പേര് പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ. അടുത്ത ചോദ്യം, 2023 ജൂലൈയിൽ ഭൗമസൂചിക പദവി ലഭിച്ച ഔദൂർ വെറ്റില ഏതു സംസ്ഥാനത്താണ്? ഉത്തരം തമിഴ്നാട്. 2023 ജൂലൈയിൽ ഭൗമസൂചിക പദവി ലഭിച്ച ഔദൂർ വെറ്റില ഏതു സംസ്ഥാനത്താണ്? തമിഴ്നാട്. 2023 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2023 പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂർ. ഉത്തരം സിംഗപ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് നിലവിൽ വരുന്നത് ഗുജറാത്ത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സമുദ്രതീര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ആരംഭിച്ച തദ്ദേശീയ ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഉത്തരം സാഗർ സമ്പർക്ക്. സാഗർ സമ്പർക്ക്. ചൈനയുടെ സാമ്പത്തിക സഹായത്തിൽ പാകിസ്ഥാനിൽ രൂപകൽപ്പന ചെയ്യുന്ന ആണവ നിലയം ചഷ്മ 5. ചൈനയുടെ സാമ്പത്തിക സഹായത്തിൽ പാകിസ്ഥാനിൽ രൂപകൽപ്പന ചെയ്യുന്ന ആണവ നിലയം ചഷ്മ 5. 2023 G20 ഉച്ചകോടിക്ക് വേദി ഇന്ത്യ. 2023 G20 ഉച്ചകോടിക്ക് വേദി ഇന്ത്യ. അടുത്ത ചോദ്യം, നിർമ്മാണ വ്യവസായവുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യ ഇന്നോവേഷൻ ഹബ്ബ് നിലവിൽ വരുന്ന സംസ്ഥാനം കേരളം. നിർമ്മാണ വ്യവസായവുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യ ഇന്നോവേഷൻ ഹബ്ബ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. അടുത്ത ചോദ്യം, കുക്കി ആദിവാസി വിഭാഗം കാണപ്പെടുന്ന സംസ്ഥാനം മണിപ്പൂർ. കുക്കി ആദിവാസി വിഭാഗം കാണപ്പെടുന്ന സംസ്ഥാനം മണിപ്പൂർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ്. കുറേ അധികം കറണ്ട് അഫേഴ്സ് നമ്മൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. 2022 അവസാനം മുതൽ 2023 24 വർഷങ്ങളിലെ മുഴുവൻ കറണ്ട് അഫേഴ്സും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 10th ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്